ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്നലെ ഉണ്ടാക്കി വെച്ച ബുള്ളറ്റിൻ ബോർഡ് രാവിലെ എണീച്ചപ്പോഴേക്കും താഴെ വീണ് കിടക്കായിരുന്നു. ഇനി അത് പോവാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ച് വെക്കണം. ഇന്നലെ അപ്ലോഡ് ചെയ്ത റൂം മേക്ക് ഓവറിന് നല്ല റെസ്പോൺസൊക്കെ കിട്ടി. ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഇത്രയും നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന്. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം സമയം ഒരു 3 മണിക്ക് ആയി. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനി മുതൽ ഞാനൊരു തീരുമാനം എടുത്തു, ഏതൊരു വീഡിയോ എടുക്കുകയാണെങ്കിലും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു ഓർഡറിലൊക്കെ നമുക്ക് എടുക്കാമല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും എന്തൊക്കെ വിഷ്വൽസ് എടുക്കണമെന്ന്. ഈ ഒരു ക്ലോക്കിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കമൻറ്റിൽ 1-2 പേര് പറഞ്ഞു ഇതിൻ്റെ പേര് ടൊറ്റോറോ ക്ലോക്ക് എന്നൊക്കെയാണെന്ന്. മേടിച്ച സമയത്ത് ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബാറ്ററി മേടിച്ച് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഷൂട്ട് ചെയ്യണ ദിവസം മൺഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മൺഡേ മുതൽ സൺഡേ വരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാമെന്ന്. ഈ ഒരു പ്ലാനർ ഞാൻ ലുലുമാളിൽ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഓരോ ദിവസവും ഷൂട്ട് ചെയ്യേണ്ട കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഒരു ബോർഡിൽ ഒട്ടിച്ച് വയ്ക്കുവാണ്. ഇനിയൊന്ന് കട വരെ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പോയപ്പോൾ നൂഡിൽസ് മേടിച്ചു. കൊറിയൻ നൂഡിൽസാണ് ഞാൻ പൊതുവേ മേടിക്കാറ്. കടയിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ ഈവനിങ്ങിൽ ഒരു നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എഗ്ഗ് ഞാൻ ഇതുപോലെ ബുൾസൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാ 2 മുട്ടാണ്. ഇതെനിക്ക് മാത്രമല്ല, എൻ്റെ അനിയത്തിക്കും ഉണ്ടാക്കുന്നുണ്ട്. നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡ്രാമയോ മൂവീസൊക്കെ കണ്ടിട്ട് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ TV കാണരുതെന്ന് എപ്പോഴും എന്നോട് ചെറുപ്പത്തിൽ പറയാറുണ്ട്. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ഇങ്ങനെ കഴിക്കാനാണ് എപ്പോഴും ഇഷ്ടം. പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ പൊതുവെ ഡ്രാമയൊക്കെ മലയാളം എക്സ്പ്ലനേഷനാണ് കാണാറ്. പിന്നെ റീസെൻ്റായിട്ടൊക്കെ നടക്കുന്ന ഡ്രാമാസ് ആണെങ്കിൽ മൊത്തം ഇരുന്ന് കാണും. പക്ഷെ അല്ലാത്തതൊക്കെ ഇതുപോലെ മലയാളം എക്സ്പ്ലനേഷൻ കാണാറുള്ളൂ. നേരം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. വെയിലൊക്കെ മാറി സൂര്യൻ അസ്തമിക്കണ ഒരു സമയമാണ്. ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്, പക്ഷെ ഒരു അൺഎക്സ്പെക്റ്റഡ് ക്ലിപ്പ് എനിക്ക് ഇതിൻ്റെ ഇടയിൽ കിട്ടി. സാധാരണ ഞാൻ എപ്പോഴും വൈകുന്നേരമാണ് കുളിക്കാറ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയാൻ മാത്രം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ തേക്കും, അത്രയൊക്കെ ചെയ്യാറുള്ളൂ. ഇനി മുറിയിലെ ജനലും കർട്ടനൊക്കെ ഒന്ന് അടച്ചിടുവാണ്. പിന്നെ രാത്രി മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇടയ്ക്ക് ജനലൊക്കെ തുറന്നിടും. എൻ്റെ കയ്യിൽ കുറച്ച് ക്യാൻഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽസിന് നല്ല സ്മെല്ലാണ്. ഓരോ ഫ്ലേവറിനും അല്ലെങ്കിൽ ഓരോ കളറിനും ഓരോ സ്മെല്ലാണ്. പിന്നെ ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഈ സാധാരണ മെഴുകുതിരിയും കൂടെ ഞാൻ മേടിച്ചു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ
അയാൾ ഇന്നൊരു ജേണൽ എഴുതണം. ഈ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ തന്നെ നല്ല ടൈം എടുത്തിട്ടുണ്ട്. ഏകദേശം 4 മന്ത് എടുത്തിട്ടാണ് ഇത്രയൊക്കെ ആയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ കറൻറ്റ്ലി 521 എന്തൊക്കെയോ ആയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ റൂം മേക്ക് ഓവർ കണ്ടിട്ടാണ് കുറേ പേരൊക്കെ വന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന്. അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ 500 സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചാനലിൽ മെയിനായിട്ടും യൂട്യൂബും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്റ്റാമ്പ് ഒട്ടിക്കുന്നുണ്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജേർണലിംഗ് അല്ല, ഒരു ഡയറി പോലെയൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്യാൻഡിൽസ് ഒക്കെ ഊതിക്കെടുത്തിട്ടുണ്ട്. പിന്നെ താഴെ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും കുറച്ച് സമയമായി. അപ്പോൾ ഒരു കോഫി ഉണ്ടാക്കാമെന്നൊരു തോട്ട് വന്നു. വീട്ടിൽ ഇൻസ്റ്റൻറ്റ് കോഫി ഇരിക്കണ്ടായിരുന്നുകൊണ്ട് കോഫി ഉണ്ടാക്കണ ഒരു വീഡിയോയും കൂടെ എടുക്കാൻ പറ്റി. അപ്പോൾ കോഫി കുടിച്ച് ബുക്ക് വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ദിവസം മാമയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് 2 ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ബുക്ക് ആൽക്കമിസ്റ്റ് ആണ്. അപ്പോൾ അത് വായിക്കാമെന്ന് കുറേ ആയി വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അത് വായിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 10 പേജെങ്കിലും വായിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ഈ കോഫി ഉണ്ടാക്കുന്ന പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഒരു സാറ്റിസ്ഫൈയിങ് ആണ്. കോഫി കുടിച്ച് ബുക്ക് വായിക്കാൻ ശരിക്കും നല്ല രസമാണ്. പിന്നെ വീഡിയോ എടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ട്രൈപോഡ് കേടായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയൊരു ട്രൈപോഡൊക്കെ മേടിച്ചിട്ട് വേണം നല്ല വീഡിയോസൊക്കെ എടുക്കാൻ. എന്നാലും ഞാൻ ഈ പഴയ ട്രൈപോഡ് കൊണ്ട് തന്നെ മാക്സിമം നല്ല വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ബുക്കൊക്കെ വായിച്ച് അവിടെ ഇരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ടൈം നല്ല രസമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 11 പേജൊക്കെ വായിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ നല്ല സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തുവാണ്. ഒരു അടയാളം പോലെ ഒരു സാധനം ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടാക്കി വെച്ച ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുവാണ്. സാധാരണ എപ്പോഴും 1-2 കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ചെറിയ ചെറിയ ടാസ്കുകളായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ യൂട്യൂബിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയി. അതുപോലെ നല്ല റെസ്പോൺസ് കിട്ടുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയിരുന്നു. ഈ ലാപ്ടോപ്പൊക്കെ ഓഫ് ചെയ്യണം, എന്നിട്ട് കിടന്നുറങ്ങണം. ഈ വീഡിയോ നാളെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നരാടം വെച്ച് ലോങ് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴും അങ്ങനെ പോസിബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ പല തിരക്കുകളൊക്കെ വന്നേക്കാം. ബട്ട് മാക്സിമം ഞാനത് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തേക്കുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.